എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നിവയുടെ രാശിമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവ ചേർന്ന കന്നിരാശിക്കാരുടെ 2026 മുതൽ 2030 വരെയുള്ള അടുത്ത 5 വർഷത്തെ സമഗ്രമായ ഒരു ഫലത്തെപ്പറ്റിയാണ്. വ്യാഴത്തിൻ്റെ അനുകൂല പ്രതികൂല ഭാവങ്ങൾ, ശനിയുടെ രാശിമാറ്റങ്ങൾ, അതുപോലെ രാഹുകേതുക്കളുടെ നിഴൽ ഗ്രഹങ്ങളായ രാഹുകേതുക്കളുടെ സ്വാധീനങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ കുടുംബം, സാമ്പത്തികം, അതുപോലെ ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കും? വരും വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? കന്നിരാശിക്കാരുടെ വള്ളിപുള്ളി വിടാത്ത ഈ 5 വർഷത്തെ പ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ആദ്യം തന്നെ ഈ കാലയളവിലെ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ ഗ്രഹനിലയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഫലങ്ങളൊക്കെ പ്രവചിക്കുന്നത്. 2026 ജൂൺ 2 വ്യാഴം കർക്കടക രാശിയിലേക്ക് രാശി മാറി. തുടർന്ന് 2027 മുതൽ 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിലൂടെയൊക്കെ മാറി മറിഞ്ഞാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കും അതുപോലെ ധനഭാവത്തിലേക്കും സഹായഭാവങ്ങളിലേക്കും ഒക്കെ വരുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. 2027 ജൂൺ വരെ ശനി മീനൻ രാശിയിലാണ്, അതായത് നിങ്ങളുടെ 7ാം ഭാവത്തിൽ. അതിനുശേഷം മേടം, ഇടവം എന്നീ രാശികളിലേക്ക് ശനി പ്രവേശിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അഷ്ടമശനി കാലഘട്ടവും തുടർന്ന് ഭാഗ്യശനി കാലഘട്ടവും ഒക്കെ സമ്മാനിക്കുന്നതാണ്. 2026 ഡിസംബർ മുതൽ രാഹു മകരത്തിലും കേതു കർക്കടകത്തിലും ആയിട്ട് വരുന്നു. തുടർന്ന് 2028 2030 ഇവർ രാശി മാറിയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഈ സങ്കീർണമായ ഗ്രഹചലനങ്ങൾ കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ വലിയ അട്ടിമറികളും അതോടൊപ്പം തന്നെ വലിയ ഭാഗ്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വർഷം തിരിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. 2026 നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഒന്നാണ്. വ്യാഴം നിങ്ങളുടെ 11ാം ഭാവമായ കർക്കടകത്തിലേക്കാണ് രാശി മാറി വന്നിരിക്കുന്നത്. കന്നിരാശിക്കാരുടെ ലാഭഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊക്കെ തരുന്നതാണ്. നിങ്ങൾ കാലങ്ങളായിട്ടൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകളും ലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ 2026 ഡിസംബറിലെ രാഹുകേതു മാറ്റത്തോടെ രാഹു നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കും കേതു 11ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. ഇത് സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും സാമ്പത്തിക സ്രോതസ്സുകളെ ബാധിക്കില്ല. തൊഴിൽ രംഗത്തെ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജൂണിനൊക്കെ ശേഷം അനുകൂലമായ സമയം തന്നെയാണ്. 2027 വർഷത്തിലേക്ക് കടക്കുമ്പോൾ കന്നിരാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2027 ജൂൺ മാസം വരെ ശനി മീനൻ രാശിയിലാണ്. അതിനുശേഷം ശനി മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ കന്നിരാശിക്കാർക്ക് അഷ്ടമശനി കാലഘട്ടം ആരംഭിക്കുകയാണ്. ജ്യോതിഷത്തിൽ അഷ്ടമശനി എന്നത് കഠിനാധ്വാനത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ആരോഗ്യകാര്യത്തിലൊക്കെ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തണം. പ്രത്യേകിച്ച് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. എന്നാൽ ഇതേ വർഷം വ്യാഴം ചിങ്ങൻ രാശിയിലും പിന്നീട് ഒക്ടോബറിന് ശേഷം നിങ്ങളുടെ സ്വന്തം രാശിയായ കന്നിയിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം സ്വന്തം രാശിയിൽ വരുന്നത് വഴി അഷ്ടമശനിയുടെ ദോഷ തീവ്രതയൊക്കെ വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വർഷം പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം. 2027 കാര്യമാണ് പറഞ്ഞത്. ഇനി 2028 വന്നാൽ ഈ വർഷം കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. 2028 ഫെബ്രുവരി മുതൽ ശനി മേടം ഇടവം രാശികളിലായിട്ട് നിൽക്കുന്നു. അഷ്ടമശനിയുടെ കടുപ്പം പതുക്കെ കുറഞ്ഞു വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം 2028 ജൂൺ 23 രാഹു ധനുരാശിയിലേക്കും കേതു മിഥുനത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഇത് കന്നിരാശിക്കാരുടെ 4ാം ഭാവത്തെയും 10ാം ഭാവത്തെയുമായി ബാധിക്കുന്നത്. തൊഴിൽ രംഗത്ത് 10ാം ഭാവം എന്ന് പറയുന്നത് തൊഴിലിൻ്റെ ഭാവമാണ്. തൊഴിൽ രംഗത്ത് കേതു വരുന്നത് വഴി ജോലിയിലെ ചില സ്ഥലം മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ തേടി വരുന്നതാണ്.
വ്യാഴം കന്നിരാശിയിലും പിന്നീട് ചിങ്ങം തുലാം രാശികളിലുമായി സഞ്ചരിക്കുന്നതിനാൽ വർഷത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം പുതിയ വീട് വാങ്ങാനോ ഭൂമി വാങ്ങാനോ ഒക്കെയുള്ള യോഗവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2028 അത് സാധിക്കുന്നതുമാണ്. ഇനി 2029 കാര്യങ്ങൾ നോക്കാം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന വർഷമായിരിക്കും 2029 എന്ന് പറയുന്നത്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ധനഭാവമായ തുലാൻ രാശിയിലാണ് ഭൂരിഭാഗം സമയവും സ്ഥിതി ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ കന്നിരാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നാണിത്. പഴയ കടങ്ങളൊക്കെ വീട്ടാനും നിക്ഷേപങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി ഐക്യമൊക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെയൊക്കെ കണ്ടെത്താൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ശനി ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ നീങ്ങുന്നതിനാൽ ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയൊക്കെ പോലുള്ള കാര്യങ്ങളിലും അപ്രതീക്ഷിത വിജയമൊക്കെ ഉണ്ടായേക്കാം. കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രൊമോഷനും ശമ്പള വർധനവുമൊക്കെ ഈ വർഷം സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ്. ഇത് 2029 ഫലമാണ്. അവസാനമായി 2030 വർഷത്തെ ഫലം നോക്കിയാൽ ഈ 5 വർഷത്തെ കാലയളവിൻ്റെ ശുഭകരമായ ഒരു സമാപ്തിയാണ് 2030 എന്ന് പറയുന്നത്. വ്യാഴം മെയ് മാസം വരെ വൃശ്ചികൻ രാശിയിലും പിന്നീട് തുലാത്തിലും സഞ്ചരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ധൈര്യവീര്യ ഭാവങ്ങളിലും ധനഭാവത്തിലുമായി വ്യാഴം നിൽക്കുന്നു. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും ഇത്. 2030 ഏപ്രിൽ മുതൽ ശനി ഇടവം രാശിയിൽ പൂർണ്ണമായി നിലയുറപ്പിക്കുന്നതോടെ ശനിദോഷങ്ങൾ പൂർണ്ണമായി മാറുകയും ഭാഗ്യശനിയുടെ ഗുണങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നതാണ്. അതുപോലെ പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ ഒരു തീരുമാനങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മികച്ചതായിരിക്കും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ കീർത്തിയും പദവിയും ഒക്കെ ഉയരുന്ന ഒരു വർഷം ആയിരിക്കും 2030. പ്രിയപ്പെട്ട കന്നിരാശിക്കാർ, 2026 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷ കാലയളവ് മാറ്റങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒടുവിൽ വലിയ വിജയങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. 2027-28 വർഷത്തിലെ അഷ്ടമശനി കാലത്ത് മാത്രം അല്പം ക്ഷമയൊക്കെ പാലിക്കുക. നിങ്ങൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അഷ്ടമ ശനിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുക. അതുപോലെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കാനൊക്കെ കഴിയുന്നവരാണെങ്കിൽ അത് ജപിക്കുന്നതുമൊക്കെ ഉത്തമമാണ്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്തിനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഈ പ്രവചനം നിങ്ങളുടെ പൊതുവായ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ളതാണ്. വ്യക്തിപരമായ ജാതകം കൂടി നോക്കി പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.